ഞങ്ങൾ രണ്ടച്ഛന്മാരും ഇപ്പൊ തീക്കടലില്ല. ഞാൻ പറഞ്ഞില്ലേ, വിഷമിക്കണ്ട, ആർക്കും ഒന്നും സംഭവിക്കില്ല. ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. മെഡിക്കൽ ടെസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞു? അതെ. ശരി, നമുക്ക് സിദ്ധുവിനെ കാണാൻ പോണം. വേഗം റെഡിയാവും. അത്രയ്ക്ക് കൂടുതലാണോ? കൂടുതലൊന്നും അല്ല അപ്പച്ചി, പക്ഷെ സിദ്ധുവിന്റെ ഡോക്ടർ എന്ന നിലയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ചെല്ലേണ്ടത് എന്റെ കടമയാണ്. എന്നാലും ആ ദേവിക എവിടെ പോയതായിരിക്കും? അതിനുള്ള മറുപടി ശരത്തിന്റെ കയ്യിലുണ്ടാവും. കണ്ടുപിടിച്ചോളാം. ഇനി ദേവിക തന്നെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോയതാണോ? അല്ല, അവൾക്ക് ഈ രാത്രിയിൽ സഞ്ചരിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ. അപ്പച്ചി, മനുഷ്യൻ ഇവിടെ വെന്ത് നീറി നിൽക്കുമ്പോ ഒരുമാതിരി തമാശ പറയരുത്. അക്ഷര നിന്നോടാ പറഞ്ഞത് പെട്ടെന്ന് റെഡിയായി വരാൻ. അത് മറ്റൊരു നിശാഗന്ധി. അപ്പച്ചിക്ക് ഭയങ്കര നിരീക്ഷണ പാഠവും ഹ്യൂമർ സെൻസും ഒക്കെ ആണെന്ന് എനിക്കറിയാം. പക്ഷേ സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണം അത് പ്രയോഗിക്കാൻ. പറച്ചില് കേട്ടാ തോന്നും കാഞ്ചനയാ പെണ്ണിനെ പിടിച്ചോണ്ട് പോയെന്ന്. വിശാലമോനെ വിളിച്ച് കയ്യോടെ പുതിയ വിശേഷം അറിയിച്ചേക്കാം.